പ്രൈസ് ദി ലോർഡ്. ദൈവ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഈ 10ാം മാസം 12ാം തീയതിയിലെ ഈ ഞായറാഴ്ച ഈ പ്രഭാതത്തിൽ പ്രഭാത മന്നയുമായിട്ട് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം സഹായിച്ച അവൻ കൃപയ്ക്കായിട്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഞായറാഴ്ച പ്രഭാതത്തിൽ പ്രഭാത മന്നയിലേക്ക് ഏവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദവാക്യം ലൂക്കോസ് 9-ാം അധ്യായം അതിന് 24-25 വാക്യങ്ങളാണ്. അത് ഇപ്രകാരം വായിക്കുന്നു. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേരിട്ട് തന്നെത്താൻ നഷ്ടമാക്കി കളയുകയോ ഛേദമെടുക്കുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം? ഇതിന്റെ തലക്കെട്ടായിട്ട് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും വലിയ നന്മയ്ക്ക് സ്വയം വികസനം അത്യാവശ്യം ആണ്. ദൈവം സഹായിക്കട്ടെ. അതായത് നാം വായിച്ചതുപോലെ ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഈ ലോകത്തിൽ യേശുവിനെ കൂടാതെ, യേശുവിന്റെ അനുഗ്രഹം ഇല്ലാതെ ഈ ലോകത്തിൽ നാം എന്തെല്ലാം നേടിയാലും അതെല്ലാം പറന്നു പോകുന്ന പക്ഷിയെ പോലെ അവയെ നമ്മെ വിട്ട് പോകുവാൻ ഇടയായിത്തീരും. ഒരു മനുഷ്യൻ ജീവനോടിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് എല്ലാവരും ക്രിസ്തുയേശുവിന്റെ മുമ്പാകെ നിൽക്കേണ്ട ഒരു ദിവസം വരാൻ പോവുകയാണ്. സ്തോത്രം. അന്ന് അത് ആരും ലക്ഷിച്ചു പോകുവാൻ ഇടയാകരുത്. നാം ഈ ലോകത്തിൽ നേടിയ നന്മകൾ, അനുഗ്രഹങ്ങൾ, ഉയർച്ചകൾ, പദവികൾ എന്ത് നേടിയാലും അത് നമ്മുടെ ആത്മരക്ഷയ്ക്ക് കാരണം ആകുകയില്ല. ആത്മരക്ഷയ്ക്ക് കാരണമാകണമെങ്കിൽ ആത്മാവിന്റെ ദാതാവാകുന്ന അതേ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ദൈവ കൽപ്പനകൾ അനുസരിച്ച് വീണ്ടും ജന്മം പ്രാപിച്ച് പുതുക്കം പ്രാപിച്ച് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിച്ചാൽ അതേ കർത്താവിന്റെ വരവെങ്കിൽ നാം എടുക്കപ്പെടുവാൻ ഇടയായിത്തീരും. നമ്മുടെ ആത്മാവ് രക്ഷ പ്രാപിക്കുവാൻ ഇടയായിത്തീരും. നേരെ മറിച്ചായാലോ ക്രിസ്തുവിനെ കൂടാതെ നാം എന്തെല്ലാം ഇവിടെ സമ്പാദിച്ചാലും അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ലൂക്കോസ് 12-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. സ്തോത്രം. അതായത് ധനവാനായ ഒരു മനുഷ്യൻ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്വരം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത് ഞാൻ ഇത് ചെയ്യും, എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയ പണിത് എന്റെ നിലവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും എന്ന് താൻ തന്നോട് തന്നെ പറയുവാൻ ഇടയായി തീർന്നു എന്ന് പറയാം. എന്നിട്ട്
7 ആണ്ടുകൾ മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, തുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. എന്നാൽ ആ ധനവാനോട് ദൈവം പറയുന്ന വാക്യമുണ്ട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ എന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. അതിന്റെ 21 വാക്യം, ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെ ആകുന്നു. സ്തോത്രം. തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവരുടെ കാര്യം എങ്ങനെ ആകുന്നു. അത് ഏത് നിമിഷവും നമ്മുടെ ശ്വാസം പോയി പോകാം. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ, അതും ദൈവത്തിന്റെ ദാനമത്രേ. അങ്ങനെയെങ്കിൽ ദൈവം നൽകുന്ന ആ ദാനം അനുഭവിച്ചുകൊണ്ട് ആ സൃഷ്ടാവായ ദൈവത്തിന് മുമ്പാകെ നമ്മിലൂടെ നാം ആയിരിക്കുന്നുവെങ്കിൽ, ആത്മരക്ഷ പ്രാപിച്ചിരിക്കുന്നുവെങ്കിൽ നിത്യ ജീവൻ പ്രാപിക്കുവാൻ ഇടയായി തീരും. മത്തായി 6-ാം അധ്യായത്തില് കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. മത്തായി 6-ാം അധ്യായം അതിന്റെ 19-20 വാക്യങ്ങളില്, പുഴവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗ്ഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. അപ്പോൾ നമ്മുടെ നിക്ഷേപം എവിടെ ആയിരിക്കണം? അത് പുഴുവും തുരുമ്പും കെടുക്കാതെ കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നാം നമ്മുടെ നിക്ഷേപം സ്വരൂപിക്കുവാൻ ഇടയാകണം. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകുവാൻ ഇടയായിത്തീരും. ഒരു മനുഷ്യൻ സർവ ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? നമുക്ക് മനം തിരിയാം, മാനസാന്തരപ്പെടാം, ഭാവങ്ങൾ ഏറ്റുപറഞ്ഞ് അനുഭവിച്ച് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് അത് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവകൽപ്പനകള് അനുസരിച്ച് പുതുക്കം പ്രാപിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഏവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്രകാരം ഒരു പുതിയ തീരുമാനം നിങ്ങൾ എടുക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് ഈ പ്രഭാതത്തിൽ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആമേൻ. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? പ്രധാനത്താവേ, അവന് കേട്ടാലും നഷ്ടപ്പെട്ടു പോകുവാൻ, നിത്യനാശത്തിലേക്ക് പോകുവാൻ, നിത്യ നരകത്തിലേക്ക് തള്ളപ്പെടുവാൻ ഇടയാകണം. ആമേ. സ്തോത്രം. രക്ഷകനായ യേശുവിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കുവാൻ അങ്ങ് സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഏവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിയ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സർവശക്തനായ ദൈവം ഏവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പുതിയ ദിവസം നേരുന്നു. ആമേൻ, ആമേൻ, ആമേൻ.